Hi everyone, good morning. Let us learn the first lesson of our English syllabus. See, 3 L's of Empowerment by Christine Lagarde. Irani Christine Lagarde. So, she is the president of European Central Bank since 1st of November 2019. And also managing director of IMF. You know IMF, International Monetary Fund. You see, she is a managing director. So we have to study a speech delivered by Christine Lagarde on May 19, 2014 at National Democratic Institute, Washington. So, National Democratic Institute, Washington DC. Washington DC-യിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അവർ നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ. 3 L's of Empowerment. So, empower means giving power. See, ശക്തി കൊടുക്കൽ, ശാക്തീകരണം. ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഗിവിംഗ് പവർ, എംപവർ. Take another example, enable, able and enable. Enable means what? Make able. അല്ലെ, പ്രാപ്തരാക്കുക, പ്രാപ്തനാക്കുക, അല്ലെ പ്രാപ്തയാക്കുക. So, what is added before a word is known as a prefix. What is added after a word is known as a suffix. Prefix and suffix you have to study. Okay? So, empowerment, ശാക്തീകരണം, ശക്തി നൽകൽ. That's the lesson. So, 3 L's of empowerment. Okay, so take the introduction. I mean, page number first lesson. Okay, page number 9. Okay, emancipation and empowerment of women. എമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഫ്രീഡം എന്ന് പറയുമെങ്കിലും, സ്വാതന്ത്ര്യം എന്ന് പറയുമെങ്കിലും അതും ഇതുപോലെ തന്നെയാണ്. See, giving freedom, emancipation, not simply freedom, സ്വാതന്ത്ര്യം മാത്രമല്ല അത്. See, making them free, സ്വതന്ത്രരാക്കുക, and empowerment. See, giving freedom, സ്വാതന്ത്ര്യം നൽകൽ, and empowerment, ശാക്തീകരണം അല്ലെങ്കിൽ ശക്തി നൽകൽ. See, understand very clearly എന്താണത്? See, emancipation, സ്വതന്ത്രരാക്കുക എന്നാണ്, സ്വാതന്ത്ര്യം എന്നല്ല അതിൻ്റെ അർത്ഥം. See, emancipation and empowerment of women. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുക, പിന്നെന്താണ്? ശക്തി നൽകുക. ശാക്തീകരണം എന്ന ശക്തി നൽകൽ. So, emancipation and empowerment of women is of prime importance, most important. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് in every society. ഏതൊരു സമൂഹത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ. സ്ത്രീകൾക്ക് ശക്തി നൽകുക എന്നുള്ളത്, സ്ത്രീ ശാക്തീകരണം. അതുപോലെ എന്താണ്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അല്ല ഘടകങ്ങളിലൊന്ന്. ഇൻ എവറി സൊസൈറ്റി, ഏതൊരു സമൂഹത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്? ഗിവിംഗ് പവർ, ശാക്തീകരണം. അതുപോലെ എന്താണ്? എമാൻസിപ്പേഷൻ, ഗിവിംഗ് ഫ്രീഡം. ഓക്കെ, ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്. ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യം വി ഹാവ് അച്ചീവ്ഡ് എന്തുമാത്രം? പാർഷ്യൽ സക്സസ്, ഭാഗികമായി വിജയിച്ചിരിക്കുന്നു, പൂർണ്ണമായിട്ടുമല്ല. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. നമുക്കിനി വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം നമ്മൾ ഭാഗികമായി മാത്രമേ നേടിയിട്ടുള്ളൂ. ഇനിയും വളരെയേറെ ചെയ്യുവാനുണ്ട്, വളരെ ദൂരം പോകുവാനുണ്ട്. What should we do to achieve this goal? Goal means aim, ലക്ഷ്യം. ഈ ലക്ഷ്യം നേടുവാനായി what should we do? നാം എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ സ്പീച്ച്. ഓക്കേനാ? I hope you have understood. മനസ്സിലായി എന്ന് കരുതുകയാണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ. So, 3 L's of
എംപവർമെൻറ്റ്. ഇറ്റ്സ് എ സ്പീച്ച്. ഇതൊരു പ്രസംഗമാണ്. പ്രസംഗത്തിൻ്റെ രീതിയിൽ മനസ്സിലാക്കണം. ഗുഡ് ആഫ്റ്റർനൂൺ. The speech begins. It is great to be among friends and kindred spirits. It is great to be among friends. It is great now. So all may not have the luck to be with their friends and relatives. Kindred spirits means relatives as a whole. See, near and distant relatives in a group. So friends and relatives. It is great. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. It's a great thing to be with friends and relatives. The 21st century poses many challenges. 21ാം നൂറ്റാണ്ട് poses means gives. See, giving us what? Many challenges. നമുക്ക് വളരെ so many challenges, വെല്ലുവിളികളെ നൽകുന്നുണ്ട്. എന്ത്? 21ാം നൂറ്റാണ്ട് നമുക്ക് വളരെയേറെ വെല്ലുവിളികളെ നൽകുന്നു. That require new ways of thinking. It requires, ഈ വെല്ലുവിളികൾ മൂലം it requires new ways of thinking. നമ്മുടെ ചിന്താ രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. Because of the challenges we have changed our ways of thinking. The 21st century gives us a lot of challenges that makes it necessary to change our ways of thinking. Because of the challenges, വെല്ലുവിളികൾ. See, ആ വെല്ലുവിളികൾ മൂലം നമുക്ക് നമ്മുടെ ചിന്താ രീതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. We have to change our ways of thinking because of the challenges that 20th century poses or gives us. Okay, none more important than, അവയിൽ ഇതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഇതാണ് ഏറ്റവും വലുത്. ഏത്? The economic role of women. See, ഒരു സമൂഹത്തിലെ സ്ത്രീകളുടെ എക്കണോമിക് റോൾ, സാമ്പത്തികമായ പങ്ക്. See, സാമ്പത്തികമായ കാര്യങ്ങൾ അവർ വഹിക്കുന്ന പങ്ക്. See, economic role of women in a rapidly changing world. The world is changing rapidly. Rapidly means fast, വളരെ വേഗം. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന ലോകത്തിൽ the role of women, സ്ത്രീകളുടെ പങ്ക്. See, സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്ക്, that is the most important of all. 21ാം നൂറ്റാണ്ട് നമുക്ക് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്താണ്? The role of women in a changing world. ഓക്കെ, സ്ത്രീകളുടെ പങ്ക് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പങ്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന്. See, once again the first line, the 20th century poses many challenges. 21ാം നൂറ്റാണ്ട് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന കുറേ വെല്ലുവിളികളുണ്ട്. That require new ways of thinking. As a result of that, we have changed our ways of thinking. നമ്മുടെ ചിന്താ രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. None more important than. ആ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്? The economic role of women is the role of women. സ്ത്രീകളുടെ പങ്ക്, സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്ക്. in a rapidly changing, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഓക്കെ, but women today remain blocked from. പക്ഷെ സ്ത്രീകൾ തടയപ്പെട്ടിരിക്കുന്നു, ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു from contributing their true potential. തങ്ങളുടെ യഥാർത്ഥ ശക്തി, പൊട്ടൻഷ്യൽ മീൻസ് പവർ, പ്രകടമാക്കുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിരിക്കുന്നു. They are blocked from what? Contributing. തങ്ങളുടെ യഥാർത്ഥമായ ശക്തി നൽകുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിരിക്കുന്നു. They are blocked from contributing their true potential. തങ്ങളുടെ യഥാർത്ഥ ശക്തി പ്രകടമാക്കുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിരിക്കുന്നു. This has a huge cost. അതിന് നമ്മൾ വലിയ വില നൽകേണ്ടി വരും. In some countries, ചില രാജ്യങ്ങളിൽ per capita income. What's per capita income? ആളോഹരി വരുമാനം. ഓക്കെ,
നമ്മുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം, നാഷണൽ ഇൻകം ആൻഡ് പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണ് ദേശീയ വരുമാനം. ഓക്കെ, നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ. അതിന് ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് ലഭിക്കും? പ്രതിശീർഷ വരുമാനം. ഓരോരുത്തർക്കും എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത്. ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ ദ പീപ്പിൾ, നമ്പർ ഓഫ് പീപ്പിൾ, ദാറ്റ്സ് പോപ്പുലേഷൻ. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ആളോഹരി വരുമാനം. ഓക്കെ, ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ പെർ കാപ്പിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻറ്റ്ലി. പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം പിന്നിലാണ്. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നൽകപ്പെടുന്നില്ല. ഓപ്പർച്യൂണിറ്റി, അവസരം, ഇക്വാളിറ്റി, തുല്യത. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും പുരുഷന്മാർക്കൊപ്പം തുല്യത സ്ത്രീകൾക്ക് നൽകപ്പെടുന്നില്ല. ഇൻ ഓപ്പർച്യൂണിറ്റീസ്, സോ ദേ ആർ ലാഗിങ് ബിഹൈൻഡ്. ആളോഹരി വരുമാനത്തിൽ വളരെ പിന്നിലാണ്. കാരണം സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകപ്പെടുന്നില്ല. They represent half the world's population. Actually, സ്ത്രീകൾ ലോക ജനസംഖ്യയിൽ പകുതിയോളം വരും. But contribute far less than 50% of economic activity. പക്ഷേ they don't contribute. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നൽകുന്നില്ല. എന്ത്? 50% of economic activity. Economy and economy. Okay, സോ ഈ എക്കണോമിക് ആക്ടിവിറ്റിയിൽ 50% സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, സംഭാവന അല്ല. കാരണം അവർ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നില്ല. They don't participate in economic activity, so they don't contribute what they are supposed to, because they are 50% of world's population. ലോക ജനസംഖ്യയിൽ 50% വരെ സ്ത്രീകൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ പങ്കെടുക്കാത്തത് മൂലം അവരുടെ സംഭാവന തുലോ നിസാരമാണ്. ഓക്കെ, വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ഈ ചിത്രം മാറണമെങ്കിൽ, ഈ അവസ്ഥ മാറണമെങ്കിൽ ഈസ് എ കൺസേർട്ടഡ് എഫർട്ട്. മീൻസ് കമ്പൈൻഡ്, ഒന്നിച്ചുള്ള ഒരു പരിശ്രമം ആവശ്യമാണ്, എഫർട്ട് ആവശ്യമാണ്. To open the door to opportunity. Yes, we have to open the door of opportunity. അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നിടേണ്ടിയിരിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് തുല്യ അവസരം നൽകേണ്ടിയിരിക്കുന്നു. We have to open the door of opportunity with what I call the 3 L's of women's empowerment. So I call it the 3 L's of women's empowerment. So അവസരങ്ങളുടെ വാതായനം അല്ലെ വാതിൽ സ്ത്രീകൾക്കായി തുറക്കപ്പെടണമെങ്കിൽ ഞാൻ പറയും എന്ത് വേണം? 3 L's of empowerment. Yes, they are learning, labor and leadership. So they are the 3 L's of empowerment. I mean, ആ പ്രസംഗത്തിൽ പറയുകയാണ്, അവസരങ്ങളുടെ വാതായനം സ്ത്രീകൾക്കായി തുറക്കപ്പെടണമെങ്കിൽ we need to have, നമുക്ക് എന്താവശ്യമാണ്? 3 L's of വിമൻസ് എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമാണ് എന്ത്? 3 L's ഓഫ് എംപവർമെന്റ്. വളരെ അവ എന്താണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ ശാക്തീകരണം സാധിക്കുകയുള്ളൂ, സാധ്യമാവുകയുള്ളൂ. അവ എന്താണ്? ലേണിംഗ്, ഓക്കെ, വിദ്യാഭ്യാസം നൽകണം, അവർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം. ലേബർ, ജോലിയിൽ തുല്യത വേണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, ഒരേ ജോലിക്ക് ഒരേ ശമ്പളം ഉണ്ടാകണം, ക്വാളിറ്റി ഉണ്ടാവണം അവിടെ. വി ആർ ഗോയിങ് ടു സീ ഇറ്റ്. ആൻഡ് ലീഡർഷിപ്പ്, നേതൃത്വം. നേതൃത്വത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് വരണം. ഉദാഹരണം എടുക്കാൻ പറ്റുമോ? നമ്മുടെ കേരള ഗവൺമെൻറ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 20-21 മന്ത്രിമാർ വരെ ആകാം. എത്ര വനിതാ മന്ത്രിമാരുണ്ടാവും? 1-2 ഇല്ലേ? കേന്ദ്രത്തിലേക്ക് നോക്ക്, ഏത് മിനിസ്റ്റർ വന്നാലും 60-70 പേര് കാണും മിനിമം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഒക്കെ തന്നെ. എത്ര സ്ത്രീകളുണ്ടാവും അവിടെ? 1-2-3 അത്രേ ഉള്ളൂ. ഇക്വാളിറ്റി ഉണ്ടോ അവിടെ? ഇല്ല. അവിടെ മാത്രമല്ല, മറ്റു പലയിടങ്ങൾ ലീഡർഷിപ്പ്, നേതൃസ്ഥാനത്തേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരണം. അതാണ് 3 L's ഓഫ് എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്
ആവശ്യമായ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ലേണിംഗ്, നമ്പർ 1 ലേണിംഗ്, നമ്പർ 2 ലേബർ, ആൻഡ് നമ്പർ 3 ലീഡർഷിപ്പ്. ഇവയാണ് ഞാൻ പറയുന്ന 3 L's ഓഫ് എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമുള്ള 3 L's ഓഫ് എംപവർമെന്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. മനസ്സിലായി എന്ന് കരുതുകയാണ് അല്ലേ? ഈ പ്രസംഗത്തിലൂടെ അവർ പറയുകയാണ്, ലോക ജനസംഖ്യയിലെ 50% വരെ സ്ത്രീകൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ സംഭാവന തുലവും നിസ്സാരമാണ് അല്ലേ? അത് മാറി അവർക്ക് ശാക്തീകരണം, ശക്തി നൽകണമെങ്കിൽ, സ്ത്രീകൾക്ക് ശക്തി നൽകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 3 L's of empowerment. What are they? Learning, labor, and leadership. Is it clear? I hope it is clear. Okay? Let's back it up. First, about learning. Let us come to the 3 L's of empowerment. Number 1, learning. Education is the foundation upon which any change is built. ഏതൊരു മാറ്റവും ഉണ്ടാവണമെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. തീർച്ചയായിട്ടും അതെ അല്ലേ? യെസ്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ മാറ്റം സംജാതമാവുകയുള്ളൂ. ഓക്കെ, ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ. ആ ലേണിംഗ് അവരെ സഹായിക്കുന്നു. എന്തിന്? ഇസ് ഇറ്റ് ടു ഹെൽപ്പ് ദംസെൽസ്, തങ്ങളെ തന്നെ സഹായിക്കുവാൻ. ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് നീരാളിപ്പെടുത്തുന്നതൊക്കെ പറയാം. So exclusion, they won't be excluded. They won't be excluded. അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയില്ല, ഒറ്റപ്പെടുത്തപ്പെടുകയില്ല, ആരും അവരെ അവോയ്ഡ് ചെയ്യുകയില്ല. അങ്ങനെ ഒരിടത്ത് നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കണമെങ്കിൽ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, ലേണിംഗ്, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. യെസ്, nowhere is this more essential than. ഇത് മറ്റൊരിടത്തും ഇത്രയും എസൻഷ്യൽ അല്ല, അവിഭാജ്യ ഘടകമല്ല, അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതല്ല. വേറെ in the developing world. It is in the developing world that it is most important. Nowhere it is more important എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും ഇത്രയും പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. Degrees of comparison, positive, comparative and superlative. A sentence can be changed into other degrees without changing the meaning. ഒരേ സെന്റൻസ് തന്നെ പോസിറ്റീവായിട്ടും കമ്പാരിറ്റീവായിട്ടും സൂപ്പർലേറ്റീവായിട്ടും പറയാം, വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്, അർത്ഥവ്യത്യാസം വരാതെ. അത് ഗ്രാമർ പാർട്ടാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം ലെസന് ശേഷം. ഓക്കേനാ? മറ്റൊരിടത്തും ഇത്രയും ആവശ്യമില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അല്ലേ? അർത്ഥം ഒന്ന് മനസ്സിലാക്കി നോക്കിയേ, ചിന്തിച്ച് നോക്കി, പഠിച്ചിട്ട്. മറ്റൊരിടത്തും ഇത്രയും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. എവിടെയാണ്? ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. We are a developing country, not a developed nation. Okay, na? Developing world ilana ഇത് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത്. There is an African adage, means proverb. ഒരു proverb ഉണ്ട്. എന്താണ്? That goes, if you educate a boy, you train a man. If you educate a girl, you train a village. What is the meaning of that? If you educate a boy, ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ, you train a man. You train a man, not of in Malayalam. You are giving education to a man. Whereas, if you educate a girl, see, you train a village. നിങ്ങളൊരു സമൂഹത്തെ തന്നെ, ഒരു ഗ്രാമത്തെ തന്നെയാണ്, ഗ്രാമത്തിന് തന്നെയാണ് വിദ്യാഭ്യാസം നൽകുന്നത്. കുറെ കൂടി ലളിതമായി എടുത്താൽ, see, if you educate a boy, you educate a man. But if you educate a girl, you educate a family. ഒരു കുടുംബം ഇല്ലേ? ആ കുടുംബത്തിലെ എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് കുടുംബനാഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അച്ഛൻ, അമ്മ, മക്കൾ, വല്യച്ഛൻ, വല്യമ്മ, എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ലിങ്ക് ആണ് ദ ലേഡി ഓഫ് ദ ഹൗസ്. ഇതിന് ഓൾസോ നമ്പർ 1. നമ്പർ 2, ഷീ വിൽ ബി ട്രെയിനിങ് ആൻഡ് ഗിവിങ് എഡ്യൂക്കേഷൻ ടു ഹെർ ഓൺ ചിൽഡ്രൻ. കുട്ടികളെ ആദ്യാക്ഷരം മുതൽ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആരാ? അമ്മയാണ്. അമ്മ എന്ന വാക്ക് പോലും ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ. ഇതിനോട് അച്ഛനെ കുട്ടികൾ മനസ്സിലാക്കുന്നത് അമ്മയിലൂടെയാണ് അല്ലേ? ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ നിർണായകമായ പങ്കാണ് സ്ത്രീക്ക് വഹിക്കാനുള്ളത്. അങ്ങനെയുള്ള
കുടുംബങ്ങളുടെ ഗ്രൂപ്പാണ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബങ്ങളെ തമ്മിൽ അയൽവക്കാർ തമ്മിലും മറ്റുള്ളവർ തമ്മിലും ഒരു നല്ല ബന്ധം ഉണ്ടാകണമെങ്കിൽ ദ ലേഡി ഓഫ് ദ ഹൗസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. നിരക്ഷരരായ വിദ്യാഭ്യാസമില്ലാത്ത സംഗീത മനസ്കരായ സ്ത്രീകളാണ് കുടുംബനാഥയെങ്കിൽ തീർന്നു ഇല്ലേ, കുടുംബ സമാധാനം ഉണ്ടാവുകയില്ല, അയൽപങ്കാർ തമ്മിൽ ഒരു സമാധാനമില്ല, എപ്പോഴും ഉടക്കം പടക്കം ജീവിതം തന്നെയായി ഇല്ലേ. ഒന്ന് ആലോചിച്ചിരിക്കുക. സോ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, in a way you are educating the entire village, because she connects, she is a connecting link between everyone. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലാണെങ്കിലും മറ്റുള്ളവർ തമ്മിലാണെങ്കിലും ഒക്കെ ആ കണക്ട് ചെയ്യുന്ന, ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന കണക്റ്റിംഗ് ലിങ്ക് ആണ് എ ഗേൾ, ദ ലേഡി ഓഫ് ദ ഹൗസ്. ഇസ് നോട്ട് സോ? അതാണ് അതിൻ്റെ അർത്ഥം. ദർ ഇസ് എ പ്രൊവേർബ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? യു ട്രെയിൻ എ മാൻ. Whereas if you educate a girl, you train a village. Village, not a village. Okay, village. So you are training a village itself. The entire society will be educated if you educate a girl or a woman. If learning is just the first step, see, if learning is just the first step of women empowerment, സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യ ചുവടുവയ്പ് ലേണിംഗ്, വിദ്യാഭ്യാസമാണ് എങ്കിൽ ലേബർ ഈസ് എ സെക്കൻഡ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലേബർ അല്ലെങ്കിൽ തൊഴിൽ. ഓക്കെ, ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ്. ലേബർ, തൊഴിൽ, അവർക്ക് ജോലി ഉണ്ടാകണം അല്ലേ. പണ്ടൊക്കെ പറയും സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് പോകേണ്ട കാര്യമില്ല, കാരണം അവർക്ക് വേണ്ടത്ര ഏണിങ് സമ്പാദ്യം ഉണ്ട്, ഈ വീട്ടിലാരും ജോലിക്ക് പോകാറില്ലെന്നൊക്കെ പണ്ട് പറയും. അതൊക്കെ കാലം പോയി. ഇന്നിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകണം, സ്ത്രീ എന്ന വ്യത്യാസമൊന്നുമില്ല അല്ലേ. സോ ഓൾ ഷുഡ് വർക്ക്, ഏൺ their income and live happily, not depending on others. See, ലേബറിൻ്റെ തൊഴിലിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം എന്ന് പറയുന്നത് യു ഫീൽ ഇൻഡിപെൻഡൻറ്റ്. എ ഗേൾ വിൽ ഫീൽ ഇൻഡിപെൻഡൻറ്റ് ഇഫ് യു ആർ ഏണിംഗ് ബൈ ഹെർസെൽഫ്. സ്വയം സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുകയുള്ളൂ. ഭർത്താവിൻ്റെ പക്കൽ എത്ര ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനവൻ സമ്പാദിക്കുന്ന പണം സ്വന്തം പോക്കിലുണ്ടെങ്കിലേ that we feel we are free. We are earning, we are spending. Otherwise we will always be what? Something like a slave. അല്ലെങ്കിൽ ആ അടിമത്വ മനോഭാവം, ഓരോന്നും നമുക്ക് ചോദിക്കണം, എനിക്കത് വേണം, ഇത് വേണം. You are always dependent, not independent. So I request everyone, my suggestion too, what is that? So you must, to be independent, you must have a job, labor. Okay. So it facilitates women to flourish and achieve, grow and achieve their true potential. തങ്ങളുടെ ആ ശക്തി പ്രകടമാക്കണമെങ്കിൽ തങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കണം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, തങ്ങളുടെ അഭിരുചിക്ക് യോജിക്കുന്ന, ഇഷ്ടമുള്ള ജോലി സ്വയം തിരഞ്ഞെടുക്കുകയാണ്. രക്ഷകർത്താക്കൾ പറയുന്നതുകൊണ്ടല്ല. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാരണവന്മാർ തീരുമാനിക്കും, ഒന്നേ ഡോക്ടർ അല്ലെ എഞ്ചിനീയർ, അവർക്കിഷ്ടം മറ്റൊന്നാണ്. അവിടുത്തെ കുട്ടി ഇങ്ങനെ പോയി, ഇവിടുത്തെ കുട്ടി എങ്ങനെ പോയി, ഇത് പോയാൽ മതി. നോ, യു ഷുഡ് ഡിസൈഡ് യുവർ പ്രൊഫഷൻ. നിങ്ങളുടെ ജോലി എന്തായിരിക്കണം നിങ്ങൾ തീരുമാനിക്കണം. യു ഷുഡ് ബി ഫ്രീ ഇനഫ് ടു ഡിസൈഡ് ദാറ്റ്. Of course, you can take advice from anybody, your family, your friends, relatives, but you decide for you because it is your life. നിങ്ങളുടെ ജീവിതമാണ്. Yes, it facilitates a woman to flourish and achieve their true potential. തങ്ങളുടെ ആ യഥാർത്ഥമായ ശക്തി പ്രകടമാക്കാൻ ഒരു തൊഴിൽ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന, തങ്ങൾക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്ന ഒരു തൊഴിൽ ആവശ്യമാണ്. ഓക്കെ. But at present, when women participate in the workforce, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ they too often tend to get stuck in low paying. പലപ്പോഴും അവർക്ക് ലഭിക്കാറുള്ളത് ലോ പേയിങ് ആണ്, സാലറി കുറവാണ്. ആണുങ്ങളെ അപേക്ഷിച്ച് സാലറി താരതമ്യേന കുറവാണ്. ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. നല്ല നിലവാരമുള്ള സ്റ്റേറ്റസ്, അന്തസ്സുള്ള ജോലി കിട്ടാറില്ല. അല്ലെങ്കിൽ ലോ സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുകയില്ല. സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്താൽ നാളെ പറഞ്ഞു വിട്ടാൽ അവർ കൂടിയും ഓടിയായിട്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ എംപ്ലോയി ആക്കാനാണ് പല സ്വകാര്യ മാനേജ്മെൻറ്റുകളും താല്പര്യം. പ്രശ്നമില്ലല്ലോ, അവരാകുമ്പോൾ താമരയില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും കൊടുത്താൽ മതി, പറിച്ചു വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് വാട്ട്. ജോബ് സെക്യൂരിറ്റി അവർക്കുണ്ടാവുകയില്ല. ലോ പേയിങ്, സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ജോലികളാണ് അവർക്ക് ലഭിക്കാറ്. Okay.
Globally, women earn only 3/4 of as much as men. See, ഗ്ലോബലായി പോലും സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് 3/4 മൂന്നിലൊന്ന് മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, തുല്യ ഈക്വലായ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും, അതേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് മൂന്നിലൊന്ന് മാത്രമേ സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ, ഒരേ തൊഴിൽ, ഒരേ ക്വാളിഫിക്കേഷൻ, ബട്ട് വിമൻ ആർ പെയ്ഡ് ലെസ് ദാൻ മെൻ. സി IT ഒരല്പം എക്സംഷൻ ആണ് കേട്ടോ. IT കമ്പ്യൂട്ടർ ഫീൽഡിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേ ജോലിക്ക് ഒരേ സാധ്യത തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ മാത്രമേ ഈ അല്പമെങ്കിലും ഈക്വാലിറ്റി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. മറ്റു പല മേഖലകളിലും, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലകളിൽ സ്ത്രീകളെ എടുക്കാറില്ല. കാരണം പല കാരണങ്ങളാണ്. അവർ കൂടുതൽ ലീവ് എടുക്കും, ഈ ലീവ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ സാധനം എല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളെ അവരെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി പോലും പല മേഖലകളിലും കുറവാണ്. ഈവൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. അതിന് മാറ്റം വരുന്നുണ്ട് എങ്കിൽ പോലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും മറ്റുമൊക്കെ സ്ത്രീകളുടെ എണ്ണം ഇപ്പോഴും തുലവും പരിമിതം തന്നെയാണ്. ഓക്കെ. സോ ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി, നമ്മുടെ അടിസ്ഥാനപരമായ മാനദണ്ഡം, നോംസ്, ഓക്കെ, ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. സോ ലേബറിന്റെ കാര്യത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ മാനദണ്ഡം ഇതായിരിക്കണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഇവിടെ മലയാളം ഈക്വൽ പേ, സി തുല്യ വേതനം, ഈക്വൽ വർക്ക്, ഒരേ ജോലിക്ക് തുല്യ വേതനം. ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഒരേ ജോലിയാണെങ്കിൽ അവർക്ക് വേതനവും തുല്യമായിരിക്കണം. സ്ത്രീകൾക്ക് കുറവും പുരുഷന്മാർക്ക് കൂടുതലും കൊടുക്കാൻ പാടില്ല. That should be the norm. The standard should be that equal pay for equal work. Recent researchers show that ആനുകാലികമായി നടത്തപ്പെടാൻ റിസർച്ചസ് show that eliminating gender gaps. See, gender gap elimination, removing gender gaps. എന്താണ്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. See, gender, സ്ത്രീ പുരുഷ വ്യത്യാസം, ഗ്യാപ്പ്. In economic participation, see, എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഗ്യാപ്പ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉള്ളതുപോലെ തന്നെ, പുരുഷന്മാരുള്ളതുപോലെ തന്നെ സ്ത്രീകളും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് ഓഫീസിലും പോയി നോക്ക്, പുരുഷന്മാരാ താരതമ്യേന കൂടുതൽ. ചില മേഖലയുള്ളൂ, അപൂർവം ചില മേഖലയിൽ ഒഴിച്ച് എവിടെ ചെന്നാലും. ഞാൻ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വേണ്ട, MLA-മാരുടെ കാര്യം നോക്ക്, എത്ര പുരുഷ MLA-മാർ, എത്ര സ്ത്രീ MLA-മാർ. പഞ്ചായത്തിലേക്ക് നോക്ക്, റിസർവ് ചെയ്തിട്ടല്ലാതെ നേരിട്ട് ജനറൽ സീറ്റ് ജയിച്ചു വരുന്ന പഞ്ചായത്ത് മെമ്പർമാർ എത്ര പേരുണ്ട്? വളരെ 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 കുറവാണ്. അവിടെ നിന്ന് ഇക്വാളിറ്റി ഇല്ല, പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും ഓൺ ദിസ് 21st century, ഈ 21ാം നൂറ്റാണ്ടിൽ പോലും തുല്യത എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നില്ല. പറയാമെന്നുള്ളതേ ഉള്ളൂ. മാറേണ്ടിയിരിക്കുന്നു, നമ്മളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഓക്കെ, എക്കണോമിക് പാർട്ടിസിപ്പേഷനുള്ള ഗ്യാപ്പ് എന്ന് പറയാൻ പുരുഷന്മാർ കൂടുതലും സ്ത്രീകൾ കുറവും എന്നുള്ള ആ ഗ്യാപ്പ് മാറ്റപ്പെടണം. ഷുഡ് ബി എലിമിനേറ്റഡ്, മീൻസ് റിമൂവ്ഡ്, മാറ്റേണ്ടിയിരിക്കുന്നു. ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ കാപ്പിറ്റ ഇൻകം. അങ്ങനെ ആ ഗ്യാപ്പ് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ that will bring, what will it bring? An increase in per capita income. അത് നമ്മുടെ ആളോഹരി വരുമാനത്തിലും വർധന ഉണ്ടാക്കുവാൻ സഹായിക്കും. So the gap between, see, gender discrimination and gap between men and women എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒപ്പം തുല്യമായ ജോലി സാധ്യത ഉറപ്പാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ പെർ കാപ്പിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിനും വർധന ഉണ്ടാകും. Okay, shall we take one more paragraph? Okay, small paragraph. We will complete the entire lesson by next video. 2 videos, part 1, part 2. Otherwise the video will be pretty long. We can undoubtedly promote more opportunity. നമുക്ക് തീർച്ചയായും we can promote more opportunity for women in the workplace. Workplace, place of work, അവിടെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാൻ കഴിയും. It is all about changing laws. നമുക്ക് നിയമങ്ങൾ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. For example, by ensuring that property and inheritance laws. Ensure means make sure, ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. എന്ത്? Property and inheritance laws. Inheritance, what you inherit from your parents.
മാതാപിതാക്കളിൽ നിന്ന് പൈതൃകമായി ലഭിക്കുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഈ മാതാപിതാവ് രക്ഷകർത്താക്കൾ മരിച്ചു പോയാൽ അവരുടെ സ്വത്ത് മക്കൾക്ക് ലഭിക്കും. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോൾ പുരുഷന്മാർക്ക് ലഭിക്കുന്ന തുല്യത സ്ത്രീകൾക്ക് ലഭിക്കാറുണ്ടോ? നിയമം പറഞ്ഞാൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണെങ്കിലും മറ്റ് മതങ്ങളുടെ ആചാരപ്രകാരമാണെങ്കിലും ഒക്കെ സ്ത്രീക്കും ഒരു തുല്യ അവകാശമാണ് പിതാവിൻ്റെ സ്വത്തിൽ. പക്ഷേ തുല്യത ലഭിക്കുന്നുണ്ടോ? പറച്ചിലേ ഉള്ളൂ, പലപ്പോഴും കിട്ടാറില്ല. ആലോചിച്ച് നോക്ക്, പ്രായോഗികമായിട്ട് ചിന്തിച്ച് നോക്ക്. യെസ്, ഇൻഹെറിറ്റൻസ്, വാട്ട് വി ഇൻഹെറിറ്റ് ഫ്രം അവർ പേരൻസ്, മാതാപിതാക്കളിൽ നിന്ന് പൈതൃകമായി ലഭിക്കുന്ന പൈതൃക സ്വത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ എന്താണ് പ്രോപ്പർട്ടി, ഓക്കെ, ആ സ്വത്ത് പോലെ സ്വത്ത് എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ടാകും. പണം ഉണ്ടാവാം, മറ്റ് സ്ഥാപനജംഗമ വസ്തുക്കൾ ഉണ്ടാവാം. അതൊക്കെ പാരമ്പര്യമായി ലഭിക്കുന്ന കാര്യത്തിൽ ഓക്കെ, ലോ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് വിമൻ. സ്ത്രീകളെ വേർതിരിക്കരുത്, അവർക്കൊരിക്കലും തുല്യത നൽകാതിരിക്കരുത്. എന്നാണ് പുരുഷന്മാർക്ക് നൽകുന്ന അതേ തുല്യത സ്ത്രീകൾക്കും നൽകേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ട നിയമപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് paragraph once again, we can undoubtedly promote more opportunity. നിസംശയം പറയാൻ കഴിയും. അൺഡൗട്ടഡ്, ഡൗട്ട്, ഓക്കെ, സംശയം, നിസംശയം പറയാൻ കഴിയും. എന്ത് പറയാൻ കഴിയും? പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും. എങ്ങനെ? ഇൻ ദ വർക്ക് പ്ലേസിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. നിയമങ്ങൾ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു വർക്കിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അവർക്ക് ശക്തി നൽകണമെങ്കിൽ നിയമങ്ങൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് വിമൻ. പ്രോപ്പർട്ടി ലോസ്, പൈതൃകമായി ലഭിക്കുന്ന ആ വസ്തുക്കളുടെ കാര്യത്തിൽ സ്ത്രീകൾ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. You have come halfway through the lesson. The remaining we will complete the part 2 of this lesson. 3 years of empowerment, part 2. Thank you for watching. Meet you in the next video. Thank you.